പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിന്നേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു രസകരമായും നമ്മൾ എല്ലാവരും സ്ഥിരമായി കാണുന്നതുമായ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു കച്ചവട തന്ത്രമാണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ്. ഇതെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ഓർ സെയിൽസ്മാൻഷിപ്പ്? ഇസ് എ പ്രോസസ് ഓഫ് ഇൻഫോമിംഗ്, അസിസ്റ്റിംഗ് ആൻഡ് പെർസ്വേഡിംഗ് പീപ്പിൾ ടു ബൈ എ പ്രോഡക്റ്റ് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട്. നേരിട്ടുള്ള കോണ്ടാക്റ്റിൽ കൂടി ഒരാളെ പ്രോത്സാഹിപ്പിച്ച് അയാളെ കൊണ്ട് ഒരു സാധനം വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശം. ഇറ്റ് ഇൻവോൾവ്സ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സെല്ലർ ആൻഡ് എ ബയർ. നല്ല ഒരു ബന്ധമാണ് സെല്ലറും ബയറും തമ്മിൽ ഉണ്ടാകുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കൂടി, മുഖാമുഖം നോക്കിക്കൊണ്ട്. ഇൻ ദിസ് ടെക്നിക് ഓഫ് പ്രൊമോഷൻ, സെയിൽസ് person make oral presentation to one or more customers for the purpose of making sales. ഒന്നോ അതിലധികമോ വളരെ ചുരുക്കമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അടുക്കൽ നേരിട്ട് ഓറൽ പ്രസന്റേഷൻ, നേരിട്ട് പ്രസന്റ് ചെയ്യുകയാണ്. ഒരിക്കലും മറ്റൊരു സംവിധാനം ഉപയോഗിച്ചല്ല, നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സെയിൽസ്മാൻഷിപ്പ് ഈസ് ആർട്ട് ഓഫ് പെർസ്വേഡിംഗ് ദ പ്രോസ്പെക്റ്റീവ് ബയർ ടു ബിക്കം റിയൽ ബയർ. അല്പം താല്പര്യമോ ആഗ്രഹമോ ഉള്ള ആളുകളെ യഥാർത്ഥ വാങ്ങിക്കുന്നവരായി, ബയേഴ്സായി, ഉടമസ്ഥരായി, ഉപഭോക്താക്കളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെയിൽസ്മാൻഷിപ്പ്. ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് സെല്ലിംഗ്. സെല്ലിങ്ങിന്റെ ബാക്ക് ബോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്തൊക്കെയാണ്? പേഴ്സണൽ സെല്ലിങ്ങിന്റെ പ്രത്യേകതകൾ. ഒന്ന്, ഇറ്റ്സ് എ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നേരിട്ട് മുഖാമുഖമുള്ളതാണ്. ഇറ്റ് ഇൻവോൾവ്സ് കോണ്ടാക്ട് വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സൺ ഡ്യൂ ടു വൺ ഇന്ററാക്ഷൻ. നേരിട്ട് കുറച്ചാളുകളുമായി, 1, 2, 3, 4 അല്ലെങ്കിൽ 10 താഴെ ആളുകളുമായി നേരിട്ടാണ് ഈ സംവേദനം നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പേഴ്സണൽ സെല്ലിംഗ് മേക്സ് യൂസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ഓർ ഓറൽ മെസ്സേജ്. എന്തായിരുന്നാലും നേരിട്ട് വാമൊഴിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ബിക്കോസ് എ സെയിൽസ്മാൻ ക്യാൻ ചേഞ്ച് ഇൻ ഡീലിംഗ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. സാഹചര്യത്തിനനുസരിച്ച് സെയിൽസ്മാന് തന്ത്രം ഉപയോഗിക്കാൻ പറ്റും. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് അയാൾക്കായിട്ട് തന്ത്രം അപ്ലൈ ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് എൻ എഡ്യൂക്കേറ്റിംഗ് പ്രോസസ്. അയാൾ വിദ്യാഭ്യാസം നൽകുകയാണ്. എങ്ങനെ? സെയിൽസ്മാൻ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ദ യൂസ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു സാധനത്തിൻ്റെ പ്രത്യേകതകൾ, ഉപയോഗിക്കേണ്ട എങ്ങനെ എന്നൊക്കെയുള്ളതെല്ലാം അയാൾ അവർക്ക് ബോധവൽക്കരണം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ പലതും നമുക്ക് അറിയാൻ കഴിയുന്ന ഈ ബോധവൽക്കരണത്തിൽ കൂടെ, വെറും ഒരു സാധനത്തെക്കുറിച്ച് മാത്രമല്ല. Personal selling is a two-way communication process. The seller and buyer talk to each other. ഒരു ചെറിയ കാര്യമല്ല നടക്കുന്നത്. എന്താണ്? പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. ഒരു അഡ്വർടൈസ്മെന്റ് ഒരിക്കലും ഈ 2-way കമ്മ്യൂണിക്കേഷൻ ഇല്ല, 1-way കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇച്ചിരി വ്യക്തമാണ്. ആ ഒരു കസ്റ്റമറിന്റെ എന്ത് ഡൗട്ടോടെ ക്ലിയർ ചെയ്യപ്പെടുകയാണ്. മെറിറ്റ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. സെയിൽസ്മാൻഷിപ്പ് എൻഷുവേഴ്സ് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ സെയിൽസ്. ഒരു സെയിൽസ്മാൻഷിപ്പിനകത്ത് ഉറപ്പ് വരുത്താൻ കഴിയും അയാൾക്ക് ഇപ്പോഴത്തെ കച്ചവടം മാത്രമല്ല ഭാവിയിലെ കച്ചവടം. നമ്മൾ പലപ്പോഴും പല ആളുകളെയും സമീപിക്കുന്നത് അയാളുടെ ഭാവിയിലെ കച്ചവടം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം നല്ല കോണ്ടാക്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് കച്ചവടം നടത്തിയാലും ഈ സ്ഥാപനത്തിൽ തന്നെ മേടിക്കും, അല്ലെങ്കിൽ ഈ ആളുടെ നിന്ന് തന്നെ മേടിക്കും. ദർ ഇസ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ പേഴ്സണൽ സെല്ലിംഗ്. The salesman's presentation can adjust to fit the specific needs of the individual customer. ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആഗ്രഹത്തിനനുസരിച്ച് പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളെ കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനിത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അവരെ താല്പര്യപ്പെടുത്താൻ. പേഴ്സണൽ സെല്ലിംഗ് എഡ്യൂക്കേറ്റ് കസ്റ്റമേഴ്സ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ആൻഡ് യൂസ് ഓഫ് ദ പ്രോഡക്റ്റ്. പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ബോധവൽക്കരണം നടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കൃത്യമായൊരു ബോധവൽക്കരണമാണ് ആ കാര്യത്തിലൂടെ നടക്കുന്നത്. എ ഗുഡ് സെയിൽസ്മാൻ ഡെവലപ്പ് എ ഫ്രണ്ട്ലി ആൻഡ് പേഴ്സണൽ റിലേഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ്. ദിസ് റിലേഷൻഷിപ്പ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ സെയിൽസ് ഇൻ ഫ്യൂച്ചർ. രണ്ടുപേരും തമ്മിൽ ഒരു വ്യക്തമായ ബോധ്യത്തോടു കൂടിയുള്ള ബന്ധം ഉടലെടുക്കുകയാണ്. വെറും ഒരു കച്ചവടം മാത്രമല്ല, പകരം വ്യക്തമായ ഒരു ബന്ധം ഉടലെടുക്കുകയാണ്. ആ ബന്ധം ഭാവിയിലെ കച്ചവടത്തിന് സഹായിക്കുന്നുണ്ട്. റോൾ ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ റോൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ വ്യക്തികൾക്ക് അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? പേഴ്സണൽ സെല്ലിംഗ് കൊണ്ടുള്ള പ്രാധാന്യം ഓരോ വ്യക്തികൾക്ക് 3 വിഭാഗമാണ്. 1 ബിസിനസ്മാന്, 2 സൊസൈറ്റി, 3 കസ്റ്റമർ. ഇങ്ങനെ 3 രീതിയിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുന്നത്, ഇമ്പോർട്ടൻസ് നോക്കുന്നത്. 1, എഫക്റ്റീവ് പ്രൊമോഷൻ ടൂൾ. സ്വാഭാവികമായും ഇത്രയും നേരം പറഞ്ഞ കൂട്ടുകാർക്ക് മനസ്സിലായി, പേഴ്സണൽ
selling helps in influencing the customers about the merits of a product and thereby increase its sales. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാധനത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുവാനും അത് മുഖാന്തരം ആളുകൾ കൂടുതൽ ഇത് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഫ്ലെക്സിബിൾ ടൂൾ, സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി മാറ്റി പറയാനും ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ്. അല്ലാതെ അഡ്വർടൈസ്മെൻ്റ് കൂട്ട് ഡയറക്റ്റ് നിന്നുകൊണ്ടല്ല, ഒരു രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ അല്ല, കൃത്യമായ ആ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പേഴ്സണൽ സെല്ലിങ്ങിന് സാധിക്കും. ഒരു വ്യക്തിയുടെ ആവശ്യം അനുസരിച്ച് മിനിമൈസ് വേസ്റ്റേജ് ഓഫ് എഫേർട്ട്. ദ പോസിബിലിറ്റി ഓഫ് വേസ്റ്റ് ഓഫ് എഫേർട്ട്സ് ഇൻ പേഴ്സണൽ സെല്ലിംഗ് ഈസ് മിനിമം. കാരണം നമ്മൾ പലപ്പോഴും ഒരു കച്ചവടക്കാരനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ കച്ചവടം വാങ്ങണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. പലപ്പോഴും നമ്മളങ്ങ് മേടിച്ചു പോകും അവസാനമാകുമ്പോൾ ആ വ്യക്തിയുടെ കഴിവിനെ ആശ്രയിച്ച്. കസ്റ്റമർ അറ്റൻഷൻ റിലേഷൻഷിപ്പ്. Person selling helps in creating interest and develop lasting relationship between the salesperson and the customers. This is very much needed to achieve these business objectives. ആ കസ്റ്റമറിൻ്റെ പേഴ്സണൽ അറ്റൻഷൻ നേടിയെടുക്കുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ കച്ചവടം വലുതാക്കാനും ബിസിനസ് വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കും. റോൾ ഇൻ ഇൻട്രൊഡ്യൂസിങ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ മസ്റ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ എപ്പോഴും കഴിവതും ആ ആളിൻ്റെ പ്രത്യേകത വളരെ പ്രാധാന്യമാണ്. അദ്ദേഹം നേരിട്ട് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ പറയുമ്പോഴാണ് ആളുകൾ ഈ സാധനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, കൂടുതൽ കച്ചവടത്തിലേക്ക് താല്പര്യപ്പെടുന്നു. ആൻഡ് പേഴ്സണൽ റാപ്പോർട്ട്. പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ ഇൻക്രീസ് ദ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഓഫ് എൻ എംപ്ലോയി. നല്ല വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ ആ വ്യക്തിബന്ധം വീണ്ടും നമ്മൾ ഈ ആളുകൾ കസ്റ്റമർ കെയർ സെൻറ്ററിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കും, ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും ആ ശക്തിപ്പെടുന്ന മുഖാന്തരം നമ്മൾ വീണ്ടും ഒരു കച്ചവടം നടത്തുമ്പോൾ അത് അവരെ തന്നെ വാങ്ങാനായിട്ടൊക്കെ ശ്രമിക്കും. അത് പേഴ്സണൽ സെല്ലിങ്ങിനകത്തൂടെ നടക്കുകയുള്ളൂ. ഇനി ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. കസ്റ്റമേഴ്സിന് എന്ത്? ഒന്ന്, ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈങ് ദി നീഡ്. കസ്റ്റമറിന് അറിയില്ലായിരുന്നു കസ്റ്റമറിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന്. ആ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ് ഈ പേഴ്സണൽ സെല്ലിങ്ങിലൂടെ നടക്കുന്നത്. അല്ലാതെ കസ്റ്റമറിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് കസ്റ്റമറിന് ചിലപ്പോൾ അറിയത്തില്ല. ഇന്ന കാര്യം എനിക്ക് ഇന്ന ഉപയോഗത്തിന് സാധ്യമാകും എന്ന് പറഞ്ഞ് ആ സാധനം ഉപയോഗിക്കാൻ. ലേറ്റസ്റ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ. കൃത്യമായി പുതിയ സാധനത്തെക്കുറിച്ച് മാർക്കറ്റിൽ എന്തെല്ലാം ഷോർട്ടേജ് ഉണ്ട്, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയൊക്കെ മാറാൻ സാധിക്കും, ഇതെല്ലാം സെയിൽസ്മാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ സാധിക്കും. എക്സ്പേർട്ട് അഡ്വൈസ്. നല്ല പ്രോപ്പർ അഡ്വൈസും ഗൈഡൻസും ഒക്കെ കസ്റ്റമറിന് കിട്ടും. ഈ സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ, പേഴ്സണൽ സെല്ലിംഗ് ആണെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. ഇൻഡ്യൂസിങ് ദ കസ്റ്റമർ ടു പർച്ചേസ് ന്യൂ പ്രോഡക്ട്സ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. കസ്റ്റമറിനെ ബോധവൽക്കരിച്ചിട്ട് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത് കാരണം നമുക്കറിയാമല്ലോ, പണ്ട് നമ്മൾ കൈ കഴുകുക എന്ന് പറയുന്നത് വലിയൊരു പ്രാധാന്യമുള്ള, ഇന്ന് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കാൻ ശീലിച്ചു. അതെല്ലാം ഒരു പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ. അതായത് കസ്റ്റമർ കൃത്യമായി ബോധവൽക്കരിക്കപ്പെടുമ്പോൾ അയാൾ അതിനനുസരിച്ച് ജീവിക്കുകയും അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുകയും ചെയ്യും. ഇനിയും ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസിലേക്ക് സൊസൈറ്റിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ഒന്ന്, കൺവേർട്ട് ലേറ്റന്റ് ഡിമാൻഡ് ഇൻ ടു എഫക്റ്റീവ് ഡിമാൻഡ്. ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്നത്, അടഞ്ഞു കിടക്കുന്നത്, ഇല്ലാതെയായി പോയതെന്നൊക്കെ അർത്ഥം. ആ ഡിമാൻഡിനെ വർദ്ധിപ്പിക്കും. കൺവേർട്ട് ലേറ്റന്റ് ഡിമാൻഡ് ഇൻ ടു എഫക്റ്റീവ് ഡിമാൻഡ് ലീഡിങ് ടു മോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആൻഡ് ഹെൻസ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ നേഷൻ. വേണ്ടാന്ന് വെച്ചിരുന്ന താല്പര്യത്തെ തട്ടി ഉണർത്തി ഇത് ഇയാൾക്ക് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി ഇയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പം സ്വാഭാവികമായും കച്ചവടം നടക്കുന്നു. അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. പേഴ്സണൽ സെല്ലിംഗ് ഓഫേഴ്സ് ഗ്രേറ്റർ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു അൺഎംപ്ലോയിഡ് യൂത്ത്. സ്വന്തമായ ബോധമുണ്ടെങ്കിൽ ഒരു സാധനം ഡിസൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് താൻ തന്നെ കച്ചവടത്തിനിറങ്ങി നല്ല ലാഭം ഉണ്ടാക്കിയെടുത്താൽ പിന്നീട് ഒരാൾക്ക് എന്തിനാണ് ജോലി? അയാൾ തന്നെ ഒരു ബിസിനസ്മാനായി മാറും. അയാൾക്ക് കൂടുതൽ കച്ചവടവും ലാഭവും അയാൾക്ക് മനസ്സിലാകുന്നു. നമ്മൾ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. വെറും ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയല്ല, മറിച്ച് ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു ട്രെൻഡ് നമ്മുടെ മനസ്സിലുണ്ടാകണം. മൊബിലിറ്റി ഓഫ് സെയിൽസ് പീപ്പിൾ.
There is a greater degree of mobility in salesperson which promotes travel and tourism in the country. ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല ഇവർ ചെയ്യുന്നത്, അവർ പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഒരു കസ്റ്റമർ, ഇപ്പം ഉദാഹരണം ഒരു കടൽ തീരത്ത് വരുന്ന ഒരാൾക്ക് അവിടെ സാധനങ്ങൾ അവൈൽ ചെയ്ത് കൊടുക്കും പേഴ്സണൽ സെല്ലിങ്ങിലൂടെ. അപ്പം ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അവിടെ ട്രാവൽ ആൻഡ് ടൂറിസം വർദ്ധിക്കും. Product standardization. Personal selling enables product standardization and uniformity in consumption pattern in a diverse society. ആളുകളുടെ ഇഷ്ടമനുസരിച്ച് പ്രോഡക്റ്റിന് ചേഞ്ച് ചെയ്ത് വരുത്താൻ കഴിയും. അങ്ങനെ പ്രോഡക്റ്റിന് ഒരു സ്റ്റാൻഡേർഡിറ്റി കൊണ്ടുവരും. ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇതാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരും ഇത് മേടിക്കാൻ ശ്രമിക്കും. അങ്ങനെ സമൂഹത്തിൽ ആകെപ്പാടെ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ നിലനിർത്തും. അടുത്തത് career opportunity. Personal selling provides attractive career with greater opportunity for advancement and job satisfaction to youth people. നല്ല കഴിവുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് പിന്നെ വേറെ ആരുടെ സഹായവും സപ്പോർട്ടും ഒന്നും ആവശ്യമില്ല. അയാൾ ഇതിനകത്ത് തന്നെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. നല്ല കൂടുതൽ ജോലി, കൂടുതൽ ലാഭം, കൂടുതൽ അറ്റൈൻമെൻറ്റ്, കൂടുതൽ പൊസിഷൻ ഒക്കെ നേടിയെടുക്കാൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠനത്തിന് സഹായിക്കട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. A+ Winners ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.